പിന്നെ ഞങ്ങൾ ഭൂരിപക്ഷം നോക്കിയതാണെന്ന് പറഞ്ഞാൽ ഇപ്പം ആരെയും തെറ്റു പറയാൻ കഴിയില്ല. ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അഡോപ്റ്റ് ചെയ്തൊരു മാനദണ്ഡം അതാണ്. ബഹുമാനായ പ്രതിപക്ഷ നേതാവിന് ചുമതലയുണ്ടായിരുന്നതാണ് കൊച്ചിൻ കോർപ്പറേഷൻ. അതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് എല്ലാ ചുക്കാനും പിടിച്ചതും എല്ലാ നേതൃത്വം നൽകിയതും എല്ലാ കാര്യങ്ങളും നിർവഹിച്ച അദ്ദേഹമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ അടക്കം അഭിപ്രായമുള്ള തീരുമാനമാണല്ലോ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അങ്ങോട്ട് ഇനിയിപ്പോൾ ഇങ്ങനെയൊരു പല പേരുകൾ വന്നാൽ പാർട്ടിയിലെ ഭൂരിപക്ഷമാണ് ഇനിമേൽ മാനദണ്ഡം എന്ന് വരികിൽ അതിനെ തെറ്റാണ് എതിർക്കാൻ കഴിയില്ലല്ലോ. കാരണം ജനാധിപത്യമാണ് കോൺഗ്രസിൻ്റെ അടിസ്ഥാനം. പിണറായിയെ പോലെ നമുക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ പാർട്ടിയിലെ ഏതെങ്കിലും നേതാവോ അല്ലെങ്കിൽ പാർട്ടി ഇന്ന ഘടകം തീരുമാനിച്ചു അതുകൊണ്ട് ഇനി അതേ ഉള്ളൂ എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ നാച്ചുറലി അതുകൊണ്ട് ആ പാർട്ടി തീരുമാനത്തെ തള്ളിപ്പറയാനോ ചോദ്യം ചെയ്യാനോ ഞാനില്ല. പക്ഷെ എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ തോന്നിയിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞത് മാത്രം. അല്ല, അത് ദാറ്റ് ഹാസ് ടു ബി ദെയർ. കാരണം ഈ ഒരു നോംസ് സെറ്റ് ചെയ്തിട്ട് ഒരിടത്തൊരു നീതി മറ്റൊരിടത്ത് വേറെ നീതി അത് പറ്റില്ല. പാർട്ടിയുടെ ഇനിയുള്ള തീരുമാനങ്ങളിലും എല്ലാ തലത്തിലും അത് നടപ്പിലാവട്ടെ എന്നുള്ളതാണ് ഇനി അഭിപ്രായപ്പെടാനുള്ളത്. അതായിരിക്കും പാർട്ടിക്ക് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കോൺഗ്രസ് ആണ് പാർട്ടി. ഈ പാർട്ടി അങ്ങനെ ആർക്കും ഒന്നും കൊണ്ടുപോകാനും അങ്ങനെ പോക്കറ്റിലിടാനൊന്നും കഴിയില്ല. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പും ഇല്ല. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പിനൊന്നും ചെയ്യാനും സാധിക്കില്ല. കൊച്ചിയിൽ മേയർ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമാവുകയാണ്. അല്പം മുമ്പ് പ്രതികരിച്ചത് മാത്യു കുഴൽനാടൻ MLA ആണ്. ദീപ്തി മേരി വർഗീസിനെ കൊച്ചി മേയറാക്കാത്തതിലുള്ള അതൃപ്തി മാത്യു കുഴൽനാടൻ തുറന്നടിച്ചിരുന്നു. മാത്രമല്ല, ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് കോൺഗ്രസിന്റെ കൗൺസിലർമാരാണ് ഇപ്പോൾ മേയറെ തെരഞ്ഞെടുത്തതെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. അത്തരം നിലപാടുകൾ തുടർന്നും കോൺഗ്രസിന്റെ എല്ലാ കാര്യങ്ങളിലും വേണം, അതൊരു മാനദണ്ഡമാക്കണം എന്നാണിപ്പോൾ മാത്യു കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ദീപ്തി മേരി വർഗീസിനെ മേയറാക്കാത്തതിലുള്ള അതൃപ്തിയാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത്, തുറന്നടിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.